ഹലോ, നമുക്ക് ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോവാം. ഫോർത്ത് ചാപ്റ്റർ ഒരു ചെറിയ കവിതയാണ്. കവിതയുടെ പേരാണ് മാ. മാ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മയാണല്ലേ. എല്ലാവർക്കും അമ്മയെ ഇഷ്ടമല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടി അമ്മയോട് സ്നേഹത്തോടെ പാടുന്ന ഒരു കവിതയാണിത്. അപ്പോൾ നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. माँ तुम कितनी बोली बाली, कितनी प्यारी प्यारी हो, दिल से सच्ची मिसरी जैसे सारे जग से न्यारी हो. मेरे मन में जोश तुम्ही से, तुमसे ही प्रकाश, मुझ में साहस तुमसे आता, तुमसे ही विश्वास. എന്താണ് അപ്പം എന്താ ഈ വരികളുടെ അർത്ഥം എന്നൊന്ന് നോക്കണ്ടേ? നോക്കാം. മാ തും കിത്നി ഭോലി ബാലി. ഭോലി ബാലി എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ്, അതായത് നിഷ്കളങ്കമായ. അപ്പം കുട്ടി അമ്മയോട് പറയാണ്, അമ്മേ നിങ്ങൾ എത്ര ഇന്നസെൻ്റ് ആണ്. കിത്നി പ്യാരി പ്യാരി ഹോ, എത്ര സ്വീറ്റാണ്, എത്ര ഭയങ്കര എത്ര ഭംഗിയുള്ള, എത്ര സ്വീറ്റ് ആയിട്ടുള്ള അമ്മയാണ്. ദിൽസേ സച്ചി മിസ്രി ജയ്സി. ദിൽസേ നിങ്ങൾ ഹൃദയത്തിൽ, സച്ചി മിസ്രി എന്ന് പറഞ്ഞാൽ, മിസ്രി എന്ന് പറഞ്ഞാൽ കൽക്കണ്ടം. കൽക്കണ്ടം ഭയങ്കര പ്യുവറാണെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ എത്ര പ്യുവറായിട്ടുള്ള ആളാണ്. സാരേ ജഗ് മേ ന്യാരിയോ. സാരേ ജഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തിലും. അപ്പോൾ എല്ലാ ലോകത്തിലും നിങ്ങൾ എൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ അമ്മ കിത്നി ബോലി ബാലി ഹേ, कितनी प्यारी प्यारी हो, दिल से सच्ची मिसरी जैसे सारे जग में न्यारी हो. मेरे मन में जोश तुम्ही से. ജോഷ് എന്ന് പറഞ്ഞാൽ എനർജി. ഓക്കെ, അപ്പം എൻ്റെ മനസ്സിൽ എനർജി കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നാണ്. തുംസേ ഹി പ്രകാശ്, നിങ്ങളിൽ നിന്നാണ് എനിക്ക് പ്രകാശം ലഭിക്കുന്നത്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് അല്ല, എൻ്റെ ജീവിതത്തിലെ പ്രകാശം, നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഒരു വെളിച്ചം കാണിക്കുന്നത് അമ്മയാണ്. മുജ്മേ സാഹസ് തുംസേ ആത്ത, നിങ്ങളിൽ നിന്നാണ് എനിക്ക് ഒരു ശക്തി കിട്ടുന്നത്. തുംസേ ഹി വിശ്വാസ്, അമ്മയിൽ നിന്നാണ് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസവും ലഭിക്കുന്നത്. മേരെ മൻ മേ ജോഷ് തുമീ സേ, തുംസേ ഹി പ്രകാശ്, മുജ്മേ സാഹസ് തുംസേ ആത്ത, തുംസേ ഹി വിശ്വാസ്. അപ്പം എങ്ങനെയുണ്ട്? നല്ല കവിതയല്ലേ? എല്ലാവരും ഒന്ന് നന്നായി പാടി നോക്കണം കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ എക്സസൈസിൽ എന്താണെന്ന് നോക്കാം. ശബ്ദോं का खेल, ചന്ദ്രബിന്ദു का കമാൽ. ചന്ദ്രബിന്ദു, എന്താണ് ചന്ദ്രബിന്ദു? ഈ ഒരു ചിഹ്നത്തിനെയാണ് നമ്മൾ ചന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അതാണ് ചന്ദ്രബിന്ദു. മാ കെ ഊപ്പർ ചന്ദ്രബിന്ദു लगाने से माम हो जाता है. आइए कुछ और शब्द देखते हैं. മാ, മാ എന്ന വേർഡിൻ്റെ അക്ഷരത്തിൻ്റെ മുകളിൽ നമ്മൾ ചന്ദ്രബിന്ദു, ഇവിടെ ഒരു ചന്ദ്രബിന്ദു കൊടുത്തപ്പോൾ അതിന് എങ്ങനെയാണ് വായിക്കുക? മാം. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം വരും അല്ലേ? മാം. അപ്പോൾ താഴെ അതേപോലെ വേറെയും ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ, ആദ്യത്തെ വേർഡ് ആങ്ക്. ആങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണ്. ഇപ്പോൾ കണ്ണിൻ്റെ ഈ ഒരു വേർഡിൻ്റെ മുകളിൽ ഈ ഒരു ചന്ദ്രബിന്ദു ഇല്ലായിരുന്നെങ്കിൽ ഇതിനെ എന്താ വായിക്കുക? ആഗ് അല്ലേ? ആഗ്. അപ്പോൾ ആംഗ്, ആംഗ്. അപ്പോൾ ചന്ദ്രബിന്ദു കൊടുക്കുമ്പോൾ അതിന് ആംഗ് എന്ന് വരും. അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡാണ് ബാംസ്. ബാംസ്. അപ്പോൾ ബാംസിൽ ചന്ദ്രബിന്ദു ഇല്ലായിരുന്നെങ്കിൽ വെറും ബാസ് എന്നായി പോയേനെ. അപ്പോൾ അവിടെ ആം എന്ന് വന്നതുകൊണ്ട് ബാംസ്. ഓക്കെ, നെക്സ്റ്റ് വേർഡാണ് ദാന്ത്. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്. പല്ല് നമ്മൾ ചന്ദ്രബിന്ദു ഇട്ടില്ലായിരുന്നെങ്കിൽ ദാത്ത്. ഓക്കെ, അപ്പോൾ ദാത്തല്ല, ദാന്ത്. അതേപോലെ ഓടക്കുഴൽ. ഓടക്കുഴലിൽ എന്താ പറയുക? ബാസുരി. അപ്പം അത് ചന്ദ്രബിന്ദു ഇല്ലെങ്കിൽ വെറും ബാസുരി. ബാസുരി അല്ല, അതിൻ്റെ മുകളിൽ ചന്ദ്രബിന്ദു ഇട്ടിട്ട് ബാംസുരി. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇവിടെ ഫിൽ ചെയ്തിട്ട് എഴുതുക കേട്ടോ. അടുത്തത് സാപ്പ്. സാപ്പ് എന്ന് പറഞ്ഞാൽ
സ്നേക്ക്, പാമ്പ്. അപ്പോൾ അതും ചന്ദ്രബിന്ദു ഇല്ലായിരുന്നെങ്കിൽ വെറും സാപ്പ് എന്നാണ് പറയുക. ആ ഒരു ചന്ദ്രബിന്ദു ഇട്ട് കഴിയുമ്പോൾ അതിനെ സാമ്പ്, സാമ്പ് എന്നാണ് വായിക്കുക. അപ്പം നിങ്ങൾ പല പ്രാവശ്യം അതിനെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം. അതേപോലെ തന്നെ ഈ ബ്ലാങ്ക്സിലൊക്കെ എഴുതി നോക്കുകയും വേണം. മാ കവിത മേ സേ കുച്ച് ശബ്ദ നീച്ചെ ദിയേ ഗയേ ഹേ. അപ്പം മാ എന്ന് പറഞ്ഞ കവിതയിൽ നിന്നും കുറച്ച് വേർഡ്സ് താഴെ തന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. उनका प्रयोग करते हुए अपने परिवार के सदस्यों के लिए 2-4 पंक्तियां लिखिए. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ കുറച്ച് വേർഡ്സ് ബോലി ബാലി, പ്യാരി പ്യാരി, ദിൽ സേ സച്ചി, ജഗ് സേ ന്യാരി, ഇതൊക്കെ അമ്മയെ പറ്റി എഴുതിയ വേർഡ്സാണ്. അപ്പോൾ അതേ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ മറ്റാരെങ്കിലും പറ്റി ഇതേപോലെ ഒന്ന് എഴുതി നോക്കൂ. എഴുതില്ലേ നിങ്ങൾ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബായ് എന്ന് പറഞ്ഞാൽ ബ്രദറാണ്, ബ്രദറിനെ പറ്റി നമുക്ക് എഴുതി നോക്കാം. മേരെ ബായ് കിത്നെ ബോലെ ബാലേ. നമ്മൾ ബോലി ബാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേൾസ് അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഇവിടെ ബായ് എന്ന് പറഞ്ഞാൽ ബ്രദർ അല്ലേ, ബ്രദർ ആൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് മേരെ ബായ് കിത്നെ ബോലെ ബാലേ, പ്യാരെ പ്യാരെ സച്ചെ മൻ വാലേ, ദിൽ സേ സച്ചി ബാത്തേ ന്യാരി, ഹം സബ്കെ ബീച്ച് മേ ഹേ വോ സബ്സെ പ്യാരി. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ വെച്ച് ആരെ വേണമെങ്കിലും വെച്ച് എഴുതാം. പക്ഷേ നമ്മൾ ലേഡീസിനെ പറ്റി എഴുതുമ്പോൾ ബോലി ബാലി, പ്യാരി പ്യാരി എന്നെഴുതും പോലെ അതൊരു ആണാണെങ്കിൽ അവരെ പറ്റി നമ്മൾ ബോലെ ബാലേ, പ്യാരെ പ്യാരെ അങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പം നിങ്ങൾ വീട്ടിലിട്ടുള്ള ആരെങ്കിലും പറ്റി ഇതേപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് ബുക്കിൽ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് വരാം. ബൈ.